Hello my dear students. Higher secondary plus 2 botany ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അതിൻ്റെ മെത്തേഡ്സ്, ഇത്രയും പോർഷൻസൊക്കെ ആയിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഈവൻറ്റ്സ്, ഇതെല്ലാം ഒന്ന് കാണാം. നൗ സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കാണാം. അതിനകത്ത് മെയിൽ ഗമീറ്റായ സ്പേം ഉണ്ട്, ഫീമെയിൽ ഗമീറ്റായ എഗ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി അതിൽ നിന്നൊരു ബേബി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഓവറോൾ പ്രോസസ്സ് ഇതാണ്. എങ്കിലും അതത്ര സിമ്പിളല്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കോംപ്ലെക്സ് ആണ്, വളരെ സ്ലോ പ്രോസസ്സാണ്, ടൈം എടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇങ്ങനെ രണ്ട് ഫ്യൂഷന്, മിയോസിസ്, റീകോമ്പിനേഷൻ, ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഓഫ് സ്പ്രിങ്സിനകത്ത് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ലീഡ്സ് ടു എവല്യൂഷൻ. അതുകൊണ്ട് തന്നെ നേച്ചർ പ്രിഫർ ചെയ്യുന്ന റീപ്രൊഡക്ഷനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ ഇറ്റ് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആൻഡ് ദെയർ ഫ്യൂഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്, ബൈ പാരൻ്റലാണ്. ബോത്ത് ദ പാരൻറ്റ്സ്, മെയിൽ പാരൻ്റ് ആൻഡ് ഫീമെയിൽ പാരൻ്റ് ആർ ഇൻവോൾവ്ഡ്. ദേ ക്യാൻ പ്രൊഡ്യൂസ് മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് റെസ്പെക്റ്റീവ്ലി. ദീസ് ഗമീറ്റ്സ് ഫ്യൂസസ് and this is called fertilization. The product of fertilization is zygote. So it is sexual reproduction. It involves formation of male and female gamete and their fusion. Okay. നമുക്കറിയാം എർത്തിൽ ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് കാണുന്നുണ്ട്. ഡിഫറെൻ്റ് ഓർഗാനിസംസ്, ഡൈവേഴ്സ് ഓർഗാനിസംസ്, from unicellular to multicellular. But these diverse organisms follow almost common pattern in their sexual reproduction. That is, in every organism there is formation of gamete and their fertilization, etc. Now we can discuss about stages of growth. 3 stages are there: juvenile phase, reproductive phase and senescence. പ്ലാന്റ്സിൻ്റെ കേസിൽ ജുവനൈൽ ഫേസിന് പറയുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. അതായത് ഒരു കുട്ടിക്കാലം, പിന്നെ ഒരു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്ന ഒരു സ്റ്റേജ്, പിന്നെ വാർദ്ധക്യം, ഓൾഡ് ഏജ്, അങ്ങനെ ലാസ്റ്റ് ഡെത്ത്. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ ഈവൻറ്റ്സ് ഒക്കറിങ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്? നോക്കൂ, ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ഗ്രോത്ത് ആണ്. ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയമാണ് ജുവനൈൽ ഫേസ്. അത് പ്ലാന്റ് ആവട്ടെ ആനിമൽ ആവട്ടെ, അതിൻ്റെ ബോഡി ഗ്രോത്ത് നടക്കുന്ന സ്റ്റേജാണ്, സെൽ ഡിവിഷൻ മാക്സിമം നടക്കുന്ന സ്റ്റേജാണ് ജുവനൈൽ ഫേസ്. ഇനി റീപ്രൊഡക്റ്റീവ് ഫേസ്. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ് പ്രൊഡ്യൂസസ് ഫ്ലവർ. ദാറ്റ് ഈസ് ജുവനൈൽ ഫേസ് എൻഡ് ചെയ്യുന്നതോടുകൂടി റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ ജുവനൈൽ ഫേസിൻ്റെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്. ചില പ്ലാന്റ്സിൽ അത് വളരെ കുറഞ്ഞ ടൈമിന് മാത്രമേ ജുവനൈൽ ഫേസിൽ ആ പ്ലാന്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എങ്കിൽ ചില പ്ലാന്റ്സിൽ ലോങ് ഡ്യൂറേഷൻ ഉണ്ടാവും ജുവനൈൽ ഫേസിൽ. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലാന്റ്സിന് ഡ്യൂറേഷൻ ഓഫ് ജുവനൈൽ ഫേസ് ഈസ് ഡിഫറെൻറ്റ്. ഇനി റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിയാൽ തന്നെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് പാറ്റേണിലും മാറ്റമുണ്ട്. ചില പ്ലാന്റ്സ്, സം പ്ലാന്റ്സ് ഫ്ലവർ ത്രൂ ഔട്ട് ദ ഇയർ ആഫ്റ്റർ അറ്റൈനിങ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി, ബട്ട് സം പ്ലാന്റ്സ് ഫ്ലവർ ഓൺലി സീസണലി. Okay, some plants flower throughout the year after attaining reproductive maturity. ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ സീസൺ ഒന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് സം അതേഴ്സ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് സീസണലി. അപ്പോൾ നമുക്കറിയാം സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അവൈലബിൾ ആകുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സും, ഇപ്പോൾ മാംഗോ ആവട്ടെ ജാക്ക് ഫ്രൂട്ട് ആവട്ടെ, ഒക്കെ സീസണലി മാത്രം അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ അത് സീസണലി മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഫ്ലവറിങ് പാറ്റേണിലും വ്യത്യാസം ഉണ്ട്.
അപ്പോൾ നോക്കുക, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹിബിസ്കസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്ലാന്റ്സ് അത് ഫ്ലവർ ചെയ്യുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ സീസണൊന്നും നോക്കാതെ തന്നെ ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷേ ഇപ്പോൾ കാണുന്ന ട്രീ ഇതേതാണ്? ഗുൽമോഹർ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഈ ട്രീ അതുപോലെ മാംഗോ നമുക്ക് അവൈലബിൾ ആകുന്ന ഫ്രൂട്ട്സ് എല്ലാം സീസണലി മാത്രം ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പോൾ സീസണലി മാത്രം അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആവും. ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പ്ലാന്റ്സൊക്കെ കണ്ടിന്യൂസ് ഫ്ലവറിങ് പാറ്റേൺ ഉള്ളതാണ്. ഇത് സീസണലി മാത്രം ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീസാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചില പ്ലാന്റ്സിൽ കാണുന്ന അൺയൂഷ്വൽ ഫ്ലവറിങ് പാറ്റേൺ ആണ്. അൺയൂഷ്വൽ ഫ്ലവറിങ് പാറ്റേൺസ് ഫൗണ്ട് ഇൻ സം പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ ബാംബു ഒരു മോണോകോട്ട് പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു പെക്യുലാരിറ്റി, ഇറ്റ് ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദിയർ ലൈഫ് സൈക്കിളിൽ എത്ര വർഷം അത് ജീവിക്കുകയാണെങ്കിലും ഒരേ ഒരു തവണ മാത്രമേ അത് ഫ്ലവർ ചെയ്യുന്നുള്ളൂ. മാസീവ് ഫ്ലവറിങ് കാണിക്കും, ഒരുപാട് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരേ ഒരു തവണ ഫ്ലവർ ചെയ്യുന്നതുകൊണ്ട് അതിനെ മോണോകാർപ്പിക് പ്ലാന്റ് എന്നാണ് പറയുക. മോണോകാർപ്പിക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്ലാന്റ് ഈസ് സ്ട്രോബിലാന്തസ് കുന്തിയാന. നിങ്ങൾക്ക് ഫെമിലിയറായ പ്ലാന്റ് ആണ് നീലക്കുറിഞ്ഞി. അത് വളരെ ബ്യൂട്ടിഫുള്ളായ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാറിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വളരെ അട്രാക്റ്റീവായ ഒരു വിഷ്വലാണ്. എന്താണ് അതിൻ്റെ ഫ്ലവറിങ് പാറ്റേണിലുള്ള പെക്യുലാരിറ്റി? ഇറ്റ് ഫ്ലവർ ഓൺലി വൺസ് ഇൻ 12 ഇയേഴ്സ്. 12 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നീലക്കുറിഞ്ഞി. അപ്പോൾ നിങ്ങൾ കാണുന്നത് വിഷ്വലിൽ കാണുന്നത് ബാംബുവിൻ്റെ ഫ്ലവറിങ് ആണ്. മാസീവ് ഫ്ലവറിങ് കാണാം, അതിൻ്റെ ഇൻഫ്ലോറസൻസ് കാണാം, അതിൻ്റെ ഫ്രൂട്ട് സെറ്റ് ചെയ്ത് വരുന്നു. ഇതിൻ്റെ ഫ്രൂട്ട് മുളയരി എന്ന് പറയുന്നത് ഹെലി ന്യൂട്രീഷ്യസ് ആയ ഒരു ഫുഡ് ഐറ്റമാണ്. ഓക്കെ, ഈ ഇപ്പോൾ കാണുന്നത് നീലക്കുറിഞ്ഞി. അത് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളായൊരു സീനറിയാണ്. നല്ല ബ്യൂട്ടിഫുൾ വയലറ്റ് കളേർഡ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വിഷ്വലാണിത്. 12 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഫ്ലവർ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദ ലൈഫ് സ്പാൻ, പ്ലാന്റ്സ് ആർ ഓഫ് 3 types: annuals, biennials and perennials. What are annuals? Plant complete their life cycle within 1 year. ലൈഫ് സ്പാൻ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ആനുവൽസ്. നിങ്ങൾക്ക് കാണുന്ന പ്ലാന്റ്സ് ഒക്കെ ആനുവൽസ് ആണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആനുവൽസ് ആണ്. ബൈനിയൽസ് എന്ന് പറഞ്ഞാൽ പേരിലുണ്ടല്ലോ, ബൈനിയൽസ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 year. ബൈനിയൽ. ഓക്കെ, ബൈനിയൽ പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ക്യാരറ്റ്, ഓണിയൻ ഒക്കെ ബൈനിയൽസ് ആണ്. അപ്പോൾ 2 വർഷം കൊണ്ട് അതിൻ്റെ ജുവനൈൽ ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും സെനസൻസും കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നു വിത്തിൻ 2 years. Then perennials take many years for completion of their life cycle. 2-ൽ കൂടുതൽ വർഷങ്ങളോളം ലൈഫ് സ്പാനുള്ള പ്ലാന്റ്സിനെയാണ് പെരനിയൽസ് എന്ന് പറയുക. ഒട്ടുമിക്ക ട്രീസും പെരനിയൽസ് ആണ്. Now we can discuss about the reproductive phase in animals. In animals, juvenile phase is followed by different morphological and physiological changes. അതായത് ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്, അവരുടെ ജുവനൈൽ ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മോർഫോളജിക്കലായിട്ടുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വരും. അതുപോലെ ഫിസിയോളജിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിലും മാറ്റങ്ങൾ ഒരുപാട് വരും. അതിന് ചില എക്സാമ്പിൾസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ആനിമൽസിൽ എസ്പെഷ്യലി ഇൻ ബേർഡ്സ്, ദേ ലേ എഗ്സ് സീസണലി. ബേർഡ്സ് സീസണലായിട്ടാണ് എഗ്ഗ് ലേ ചെയ്യുന്നത് അല്ലേ? ബട്ട് ഇൻ പോൾട്രി ഫാം നോക്കൂ, പോൾട്രി ഫാമിൽ ഉള്ള ബേർഡ്സ്, അതായത് ചിക്കൻ അടക്കമുള്ള ബേർഡ്സ്, അവർ ത്രൂ ഔട്ട് എഗ്ഗ് ലേ ചെയ്യുന്നതാണ്, സീസണലി അല്ല. അതൊരു കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ഇനി പ്ലാസെൻ്റൽ മാമൽസിൽ നടക്കുന്ന ചില ഫിനോമിനാസ് നോക്കാം. ഈസ്ട്രസ് സൈക്കിൾ. വാട്ട് ഈസ് ഈസ്ട്രസ് സൈക്കിൾ? Cyclic change occurring in the ovary of females of non-primate mammals. Non-primate mammals ആയ കൗ, ഷീപ്പ്, റാറ്റ്, ഡിയർ, ഡോഗ് പോലുള്ള ആനിമൽസിൻ്റെ കേസിൽ അവരുടെ ഫീമെയിൽസിൽ ഓവറിയിൽ നടക്കുന്ന സൈക്ലിക് ചേഞ്ചസിനെയാണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളാം. സൈക്ലിക് ചേഞ്ച് ഒക്കറിങ് ഇൻ ദ ഓവറി ഓഫ് ഫീമെയിൽസ് ഓഫ് നോൺ പ്രൈമേറ്റ് മാമൽസ് നോൺ ആസ് ഈസ്ട്രസ് സൈക്കിൾ. ഓക്കെ,
ഇനി അടുത്തത് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് പ്രൈമേറ്റ് മാമൽസിൻ്റെ ഫീമെയിൽസിൽ അവരുടെ ഓവറിയിൽ നടക്കുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫേസിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ ഓവറിയിൽ നടക്കുന്ന സൈക്ലിക് ചേഞ്ചസ്. അതായത് ഹ്യൂമൺ, മങ്കി ഒക്കെ പോലുള്ള ഓർഗാനിസത്തിൻ്റെ പ്രൈമേറ്റ് മാമൽസിൻ്റെ ഫീമെയിൽസിൽ അവരുടെ ഓവറിയിൽ നടക്കുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് സൈക്ലിക് ചേഞ്ച് ഒക്കറിങ് ഇൻ ദ ഓവറി ഓഫ് ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ് മാമൽസ്. ഇനി റീപ്രൊഡക്ഷനെ ബേസ് ചെയ്ത് 2 ടൈപ്പ് ഓർഗാനിസംസ് നോക്കാം. ഫസ്റ്റ് വൺ, സീസണൽ ബ്രീഡർ. ദാറ്റ് ഈസ് ഓർഗാനിസം വിച്ച് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഓൺലി ഇൻ ഫേവറബിൾ സീസൺ ആഫ്റ്റർ എൻറ്ററിങ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ചില റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിയതിന് ശേഷം ചില ഫേവറബിൾ സീസണിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് ബ്രീഡിങ്ങിന് റെഡിയല്ല, സീസണലി മാത്രം അതിൻ്റെ ഫേവറബിൾ കണ്ടീഷനിൽ മാത്രം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ നമ്മൾ ഈസ്ട്രസ് സൈക്കിൾ പറഞ്ഞ പോലെ അതിനകത്തുള്ള ഓർഗാനിസം വിച്ച് ആർ ഷോയിങ് ഈസ്ട്രസ് സൈക്കിൾസ് ആർ സീസണൽ ബ്രീഡേഴ്സ്. അവർ ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ആ സമയത്ത് മാത്രമേ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്നു, ഓൾദോ ദേ ആർ എൻറ്റേർഡ് ഇൻ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇപ്പോൾ ഡോഗിൻ്റെ ഒക്കെ കേസ് നമുക്ക് ഫെമിലിയർ ആണല്ലേ, അതൊരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് സീസണൽ ബ്രീഡേഴ്സ്. സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എന്താണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്? ഓർഗാനിസംസ് വിച്ച് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. ചില ആനിമൽസ്, ചില ഓർഗാനിസംസ് ജുവനൈൽ ഫേസ് എൻഡ് ചെയ്ത് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കുന്ന സമയം മുതൽ ത്രൂ ഔട്ട് they are capable of reproducing. റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ഫേവറബിൾ സീസൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് അവർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർഗാനിസം വിച്ച് ആർ ഷോയിങ് മെൻസ്ട്രുവൽ സൈക്കിൾ ആർ യൂഷ്വലി കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ഇപ്പോൾ ഹ്യൂമൻ്റെ കേസിലായാലും മങ്കീൻ്റെ കേസിലായാലും റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ഓർ ദേ ക്യാൻ ഇൻവോൾവ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് മീൻസ് ഓർഗാനിസംസ് വിച്ച് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച 2 ടൈപ്പ് ഓർഗാനിസംസ് ആണ് സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും. ഇനി ഒരു ഓർഗാനിസത്തിൻ്റെ ഫേസസ് ഓഫ് ഗ്രോത്ത് ഫേസസിലെ ലാസ്റ്റ് ഫേസാണ് സെനസെൻസ്, ഓൾഡ് ഏജ്. അത് പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും സെനസെൻസ് എന്നുള്ളൊരു ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്? മോർഫോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതിൽ എക്സാമ്പിൾ, എല്ലാ പ്രോസസ്സുകളും സ്ലോ ഡൗൺ ആവും. മെറ്റബോളിസത്തിൻ്റെ റേറ്റൊക്കെ സ്ലോ ഡൗൺ ആവും. അതിൻ്റെ ഗ്രാജ്വലി അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ഡെത്ത്. സോ ലാസ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ഈസ് സെനസെൻസ്, show morphological and physiological characters like slow down of metabolism and result in ultimately in death. And then transition between different phases is due to hormonal activity and some environmental factors. ദാറ്റ് ഈസ് ഒരു ഓർഗാനിസത്തിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രോത്ത് നമ്മൾ പറഞ്ഞു. ജുവനൈൽ ഫേസ്, റിപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെൻസിൻ്റെ ഡെത്ത് എന്നുള്ള അൾട്ടിമേറ്റ്ലി ഡെത്ത്. അപ്പോൾ ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. ഹോർമോണൽ ആക്ടിവിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇത് നമുക്ക് അറിയുന്നതാണ്. കഴിഞ്ഞ വർഷം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹോർമോണൽ ആക്ടിവിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഒരു ഓർഗാനിസത്തിൻ്റെ ഫേസസ് ഓഫ് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫേസസ് ഈസ് ഡ്യൂ ടു ഹോർമോണൽ ആക്ടിവിറ്റി ആൻഡ് സം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ഈവൻസ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൈവേഴ്സ് ഓർഗാനിസത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഈവൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഒരു കോമൺ ഫോർമാറ്റാണ്, ഓൾമോസ്റ്റ് കോമൺ ഫോർമാറ്റിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന്.
ഇനി എന്തൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ്? ഫസ്റ്റ് വൺ pre-fertilization, and second stage is fertilization, and the third stage is post-fertilization. അപ്പോൾ 3 ഈവൻറ്റ്സ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് നമുക്ക് 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. pre-fertilization ഈവൻറ്റ്സ്, fertilization ആൻഡ് post-fertilization ഈവൻറ്റ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫെർട്ടിലൈസേഷന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ബിഫോർ ഫെർട്ടിലൈസേഷൻ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ സ്റ്റേജസും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്, അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത്. ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ ഈ ഒരു സെയിം സ്റ്റേജസിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഫസ്റ്റ് gametogenesis ആൻഡ് ദെൻ gamete ട്രാൻസ്ഫർ. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സിൽ പ്രധാനമായിട്ടും വരുന്ന 2 പ്രോസസ്സുകളാണ് gametogenesis ആൻഡ് gamete ട്രാൻസ്ഫർ. ഇനി എന്താണ് gametogenesis? Then what is mean by gamete transfer and how it occur in various organisms? ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ കാണുന്നത് ഗാമറ്റോജനസിസ് ആണ്. ഒരു സൈഡിൽ ആ ഗ്രീൻ കളറിൽ സ്പേം ഫോം ചെയ്യുന്നതും ദെൻ പിങ്ക് കളറിൽ ഓവം ഫോം ചെയ്യുന്നതും. അതുപോലെ രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞത് ഗമീറ്റ് ട്രാൻസ്ഫർ. ഗമീറ്റ്സിൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, അതിനനുസരിച്ച് അതിൻ്റെ ട്രാൻസ്ഫറിലും വ്യത്യാസം ഉണ്ടാവും. സോ ഫസ്റ്റ് വൺ gametogenesis. What is gametogenesis? It is formation of gamete. ഓക്കെ, നമ്മൾ പഠിച്ച കുറേ ടേംസ് ഉണ്ട്. embryogenesis, formation of embryo. sporogenesis, formation of spores. അതുപോലെ തന്നെ gametogenesis, formation of gametes. ഗമീറ്റ്സ് എന്താണ് എന്നും നിങ്ങൾക്കറിയാം. ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെക്സ് സെൽസ്. ഏത് ഓർഗാനിസത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് മീൻസ് ദ സെൽ ക്യാരി ഓൺലി സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ്. 2 സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് എന്ന് പറയും. ഡിപ്ലോയിഡ് സെല്ലിന് മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ദേ ഇൻവോൾവ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സാധാരണ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവാറുണ്ട്. വിച്ച് ആർ ദേ മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. സോ 2 types of gametes are produced, male gamete and female gamete. So gametogenesis is formation of gamete. Gametes are formed from 2 parents, male parent and female parent. അല്ലെങ്കിൽ 2 types of gametes are produced, male gamete and female gamete. Then gametes are always haploid and they are sex cell. Okay, then ഡിഫറെൻ്റ് ഓർഗാനിസത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷനിൽ ഇൻവോൾവ് ആവുന്ന സെൽസ് ആണ്. നോക്കൂ, ഇൻ ദ കേസ് ഓഫ് ആൽഗെ 2 types of gametes are produced which are identical, എക്സാക്ട്ലി സിമിലർ ആണ്, മോർഫോളജിക്കലി സിമിലർ ആണ്, ഐഡൻറ്റിക്കൽ ആണ്, ആൻഡ് കനോട്ട് ബി ഡിസ്റ്റിങ്വിഷബിൾ ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. 2 ഗമീറ്റ്സിന് നമ്മൾ നോക്കുമ്പോൾ ഇത് മെയിൽ ഇത് ഫീമെയിൽ എന്നുള്ളത് 2 തരം തിരിക്കാൻ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. 2 gametes which are identical, morphologically similar and cannot be distinguishable into male and female gamete. Such identical gametes are called isogametes. Okay, അപ്പോൾ ആൽഗെ പോലുള്ള ഓർഗാനിസത്തിൻ്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് ഒക്കെ ഒരുപോലെയാണ്. മെയിൽ എന്നും ഫീമെയിൽ എന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐഡൻറ്റിക്കലായ ഗമീറ്റ്സിനെയാണ് ഐസോഗമീറ്റ്സ്. ഒരു പേരും കൂടെ ഉണ്ട്, ഹോമോഗമീറ്റ്സ്. ഐസോഗമീറ്റ്സ് ഓർ ഹോമോഗമീറ്റ്സ്. എക്സാമ്പിൾ ആൽഗെ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂഷൻ ബിറ്റ്വീൻ സിമിലർ ഗമീറ്റ്സ്, ഐസോഗമി എന്ന്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഹെറ്ററോഗമീറ്റ്സ്. ഐസോഗമീറ്റ്സ് ഐഡൻറ്റിക്കൽ ഗമീറ്റ്സ് ആണെങ്കിൽ ഹെറ്ററോഗമീറ്റ്സ് നോൺ ഐഡൻറ്റിക്കൽ ഗമീറ്റ്സ് ആണ്. മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. യൂഷ്വലി മെയിൽ ഗമീറ്റ്സ് ആർ മോട്ടൈൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ ലാർജ് ആൻഡ് നോൺ മോട്ടൈൽ. മോട്ടൈലായിട്ടുള്ള മെയിൽ
ഗമീറ്റ്സും സ്റ്റേഷനറി ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റ്, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെട്രോഗമീറ്റ്സ്, നോൺ ഐഡൻറ്റിക്കൽ ഗമീറ്റ്സ് ആണ്. ഗമീറ്റ്സ് വിച്ച് ആർ നോൺ ഐഡൻറ്റിക്കൽ ആൻഡ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷബിൾ ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. എക്സാമ്പിൾ ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഹയർ ഓർഗാനിസത്തിലൊക്കെ 2 തരം ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹയർ ആനിമൽസിൻ്റെ കേസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് നമുക്കറിയാവുന്നതാണ്. സ്പേം അതുപോലെ ഓവം, രണ്ട് മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയ ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് അതുപോലെ പിക്ചറൊക്കെ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മൊട്ടൈൽ ഗമീറ്റ്സ് ആർ നോൺ ആസ് ആന്ത്രോസോയിഡ്സ് ഓർ സ്പേം. ആന്ത്രോസോയിഡ് എന്നുള്ള ടേം നമ്മൾ കഴിഞ്ഞ വർഷം ബ്രയോഫൈറ്റ് പഠിച്ചപ്പോൾ ആന്ത്രീഡിയം ദാറ്റ് പ്രൊഡ്യൂസസ് ആന്ത്രോസോയിഡ്സ്, മൊട്ടൈൽ മെയിൽ ഗമീറ്റ്സ് ആന്ത്രോസോയിഡ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്പേം എന്നുള്ളത് മൊട്ടൈൽ മെയിൽ ഗമീറ്റ് തന്നെയാണ്. ഹയർ ആനിമൽസിൻ്റെയൊക്കെ കേസിൽ നമ്മൾ പറയുന്നത് സ്പേം എന്നാണ്. ദെൻ നോൺ മൊട്ടൈൽ ഫീമെയിൽ ഗമീറ്റ്സ് ആർ നോൺ ആസ് എഗ് ഓർ ഓവം. ലാർജ് ആയിട്ടുള്ള സ്റ്റേഷനറി ആയ നോൺ മൊട്ടൈൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയ ഫീമെയിൽ ഗമീറ്റിനെ പറയുന്ന പേരാണ് എഗ് ഓർ ഓവം. ഇത് ലോവർ പ്ലാന്റ്സിലും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ ആർക്കിഗോണിയം പ്രൊഡ്യൂസസ് സിംഗിൾ നോൺ മൊട്ടൈൽ എഗ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓവം എന്നുള്ളത് ഹയർ ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ മൊട്ടൈൽ മെയിൽ ഗമീറ്റ്സിനെ ആന്ത്രോസോയിഡ്സ് എന്നും സ്പേം എന്നും പറയാം. നോൺ മൊട്ടൈൽ ഫീമെയിൽ ഗമീറ്റ്സിന് എഗ് അല്ലെങ്കിൽ ഓവം എന്നും പറയാം. ഇനി ഈ പിക്ചർ NCERTയിലെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആണ്. അതിൽ ഐസോഗമീറ്റ്സ് കാണാം, ക്ലാഡോഫോറ എന്ന് പറയുന്ന ആൽഗയിലുള്ളത്. പിന്നെ ഹെട്രോഗമീറ്റ്സ് കാണാം, അത് ഫ്യൂക്കസിനകത്തുള്ള ഹെട്രോഗമീറ്റ്സ് കാണാം. പിന്നെ ഹ്യൂമൻ ബീയിങ്സിനകത്തുള്ള ഹെട്രോഗമീറ്റ്സും കാണാം. ആ സി പാർട്ട് ഹ്യൂമൻ ബീയിങ്സിനകത്തുള്ള ഹെട്രോഗമീറ്റ്സ് ആണ്, ഓവവും സ്പേമും. ഫ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആൽഗെ, ആ ആൽഗയ്ക്കകത്ത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഫ്യൂക്കസ്. ആൽഗയ്ക്കകത്ത് ഹെട്രോഗാമറ്റിക് കണ്ടീഷനാണുള്ളത്. അപ്പോൾ ലാർജ് ഗമീറ്റും ഒരു സ്മോൾ ഗമീറ്റും കാണാം. ഈ പിക്ചർ നന്നായിട്ട് നോട്ട് ചെയ്യുക. NCERTയിലെ എല്ലാ പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നല്ലോണം ഒന്ന് കണ്ടു വെക്കുക, എക്സാമ്പിളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഇസ് സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. പ്ലാന്റ്സ് അടക്കമുള്ള ഡിഫറെൻ്റ് ഓർഗാനിസത്തിൻ്റെ സെക്ഷുവാലിറ്റി അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നൗ ലിസൺ. സെക്ഷുവാലിറ്റി നോക്കുകയാണെങ്കിൽ ബൈസെക്ഷുവൽ ഓർ മൊണീഷ്യസ് ഓർ ഹോമോതാലിക്. എന്താണ് ഈ ടേം മീൻ ചെയ്യുന്നത്? ഇഫ് an organism that contain both the male and female reproductive structure. If male and female reproductive structure found in same organism, such organisms are called bisexual or monoecious ഓർ ഹോമോതാലിക്. ഇനി ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് പാർട്ടാണ് പറയാനുള്ളത്. യൂണിസെക്ഷൽ, ഡൈഷ്യസ് ഓർ ഹെട്രോതാലിക്. അപ്പോൾ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ സെയിം ഓർഗാനിസം ആണെങ്കിൽ. യൂണിസെക്ഷൽ മീൻസ് ബോത്ത് ഇഫ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ഒരു മെയിൽ പാരൻറ്റ്, ഒരു ഫീമെയിൽ പാരൻറ്റ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് ഓർഗാനിസംസ് 2 ഡിഫറെൻറ്റ് സെക്സസ് ക്യാരി ചെയ്യുന്നു. അതിനെ യൂണിസെക്ഷൽ ഓർ ഡൈഷ്യസ് ഓർ ഹെട്രോതാലിക്. നേരത്തെ നമ്മൾ പറഞ്ഞ ടേംസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്. ബൈസെക്ഷൽ, മൊണീഷ്യസ്, ഹോമോതാലിക് എന്നതായിരുന്നു നേരത്തെ നമ്മൾ കണ്ട കണ്ടീഷൻ. ഇപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ, ഫീമെയിൽ സെക്സ് ഓർഗൻ ഡിഫറെൻ്റ് ഓർഗാനിസത്തിലാണ് കാണുന്നത് എങ്കിൽ അതിനെ യൂണിസെക്ഷൽ, ഡൈഷ്യസ് ഓർ ഹെട്രോതാലിക് കണ്ടീഷൻ. ഹയർ ആനിമൽസിലൊക്കെ യൂണിസെക്ഷൽ കണ്ടീഷനാണ് കാണുന്നത്. ഓക്കെ, ഇനി പ്ലാന്റ്സിലേക്ക് വന്നാൽ ഹയർ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഓർ ആൻജിയോസ്പേംസ്. ചില പ്ലാന്റ്സ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ക്യാരി ചെയ്യും. ഐദർ മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, രണ്ടും കൂടെ ഒരുമിച്ചല്ല. ഒരു ഫ്ലവറിനകത്ത് ഏതെങ്കിലും ഒരു സെക്സ് യൂണിസെക്ഷൽ ഫ്ലവർ ക്യാരി ചെയ്യുന്ന ചില ആൻജിയോസ്പേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ഈ ഫ്ലവേഴ്സിന് 2 ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലവർ ദാറ്റ് ക്യാരി സ്റ്റേമൻ
only stamen. ഫീമെയിൽ പാർട്ട് ഇല്ല. മെയിൽ പാർട്ടായ മെയിൽ സെക്സ് ഓർഗനായ സ്റ്റേമൻ മാത്രം ക്യാരി ചെയ്യുന്ന ഫ്ലവറിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. ഫ്ലവർ വിത്ത് സ്റ്റേമൻ ഓർ മെയിൽ ഫ്ലവർ നോൺ ആസ് സ്റ്റാമിനേറ്റ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ, പിസ്റ്റിലേറ്റ്. ഫ്ലവർ ദാറ്റ് ക്യാരി ഓൺലി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, പിസ്റ്റിൽ. അപ്പോൾ ഫീമെയിൽ ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് പിസ്റ്റിലേറ്റ്. സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റിലേറ്റ്, ഈ രണ്ട് ടേംസും നോട്ട് ചെയ്യണം, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നൗ ലിസൺ. ഒരു പ്ലാന്റിൽ, സെയിം പ്ലാന്റിൽ സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റിലേറ്റ് ഫ്ലവറും കാണുകയാണെങ്കിൽ, എ പ്ലാന്റ് വിത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്, that plant is said to be monoecious. If male and female flowers found in same plant or staminate and pistillate flower found in same plant, that plant said to be monoecious. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ടേം monoecious, ബൈസെക്ഷുവൽ, രണ്ട് ഒരേ ഓർഗാനിസത്തിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ്, രണ്ട് ഫ്ലവേഴ്സാണ്, രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ്, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും. ബട്ട് both these flowers are found in same plant, then the plant said to be monoecious. Example, coconut, cucurbits, cara. Cara ഒരു ഗ്രീൻ ആൽഗിയാണ്. അതിൻ്റെ പിക്ചർ എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കോക്കനട്ടിനകത്തൊക്കെ നമ്മൾ പറഞ്ഞ പ്ലാന്റ്സിനകത്തൊക്കെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഡയേഷ്യസ്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ദേ ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ഐദർ മെയിൽ ഫ്ലവർ ഓർ ഫീമെയിൽ ഫ്ലവർ. ദാറ്റ് ഈസ് ഇഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, നോട്ട് ഇൻ സെയിം പ്ലാന്റ്, ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ദാറ്റ് ഈസ് സെഡ് ടു ബി ഡയേഷ്യസ്. ദാറ്റ് കണ്ടീഷൻ ഈസ് ഡയേഷ്യസ്. എക്സാമ്പിൾ നോക്കൂ, പപ്പായ, ഡേറ്റ് പാം, നട്ട്മെഗ്. പപ്പായ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. അതുപോലെ ഡേറ്റ് പാം ആയിക്കോട്ടെ, നട്ട്മെഗ്, ഇതിനകത്തൊക്കെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ രണ്ടും കാണുന്നത് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ്. ഇപ്പോൾ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ്, നേരത്തെ കണ്ട കണ്ടീഷൻ അങ്ങനെയല്ല, രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, രണ്ടും ഒരേ പ്ലാന്റിൽ കാണുന്നു. ഇനി ഒരു എക്സാമ്പിൾ മാർക്കൻഷ്യ, അതൊരു ബ്രയോഫൈറ്റ് ആണ്. അതിൻ്റെ പിക്ചറും എൻസിആർടിയിലുണ്ട്, ഒന്ന് കാണാം. നോക്കൂ, എൻസിആർടിയിലെ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിഫറെൻ്റ് ഓർഗാനിസംസിനെ കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് എർത്ത് വേം ആണ്. എർത്ത് വേം, ഒരു എർത്ത് വേമിനെ ഡിസെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ടെസ്റ്റിസും കാണാം, താഴെ ഓവറിയും കാണാം. നൗ വി ക്യാൻ സീ കാര, ഗ്രീൻ ആൽഗെ കാര. അതിൽ ഫീമെയിൽ പാർട്ട് ഉഗോണിയം, മെയിൽ പാർട്ട് ആന്ത്രിഡിയം, രണ്ടും ഒരുമിച്ച്. ദിസ് ഈസ് മാർക്കൻഷ്യ ബ്രയോഫൈറ്റ്. ആർക്കിഗോണിയോഫോർ എന്ന് പറയുന്നത് ഒരു താലസിലും, ആന്ത്രിഡിയോഫോർ മെയിൽ പാർട്ട് അനദർ താലസിലും. ഇത് കോക്രോച്ചാണ്. താഴെ ഒരു ബൈസെക്ഷൽ ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് പ്ലാന്റ്സിലെ സെക്ഷുവാലിറ്റീൻ്റെ ഒരു ഓവർവ്യൂ ആണ്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് സെക്ഷുവാലിറ്റി ഇൻ ആനിമൽസ്. ആനിമൽസിൽ സെക്ഷുവാലിറ്റി, അതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ മാത്രമേ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. നോക്കാം. സാധാരണ കേസിൽ ആനിമൽസ്, ഹയർ ആനിമൽസ് പ്രത്യേകിച്ചും യൂണിസെക്ഷലാണ്. മെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ഡിഫറെൻ്റ് ഓർഗാനിസത്തിലാണ് കാണുക. പക്ഷേ ദർ ആർ എക്സാമ്പിൾസ് ഫോർ ബൈസെക്ഷൽ ആനിമൽസ്. എർത്ത് വേം, സ്പോഞ്ച്, ടേപ്പ് വേം, ലീച്ച് എക്സെട്ര. ബൈസെക്ഷൽ ആനിമൽസ്. എർത്ത് വേം നേരത്തെ നിങ്ങൾ പിക്ചർ കണ്ടിരുന്നു. ഒരു സിംഗിൾ എർത്ത് വേമിനെ ഡിസെക്റ്റ് ചെയ്ത് വെച്ചതിൽ ടെസ്റ്റിസും ഓവറിയും സെയിം എർത്ത് വേമിൽ തന്നെ കാണാം. ബൈസെക്ഷൽ ആനിമൽ. സ്പോഞ്ച്, നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ സ്പോഞ്ച് പറഞ്ഞപ്പോൾ ജമ്മ്യൂള് ഒക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ സ്പോഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സ്പോഞ്ച് ബൈസെക്ഷൽ ആനിമലാണ്. ടേപ്പ് വേം ഒരു എൻഡോ പാരസൈറ്റ് ആണ്. ടേപ്പ് വേം അത് ബൈസെക്ഷൽ ആനിമലാണ്, അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ്. ലീച്ച് അനദർ bisexual animal. These bisexual animals are called hermaphrodites. Important ആണ് term hermaphrodites, bisexual animals. അപ്പോൾ hermaphrodites in example earthworm, leech, tapeworm etc.
ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാമറ്റോജെനസിസ് ആണ്. അതിൽ ഗമീറ്റ്സിൻ്റെ ടൈപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ ഗാമറ്റോജെനസിസിലേക്ക് തിരിച്ചു വരിക. ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഡിവിഷൻസ് ഏതൊക്കെയാണ്, അത് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ഏതൊക്കെ ടൈപ്പ് ഡിവിഷൻസ് നടക്കുന്നു എന്ന് നോക്കാം. സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗാമറ്റോജെനസിസ്. ഗമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പാരൻ്റ് ബോഡി ഹാപ്ലോയിഡ് ആണെങ്കിൽ ഗമീറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മൈറ്റോസിസ് അല്ലെങ്കിൽ ഇക്വേഷണൽ ഡിവിഷൻ നടക്കും. ഇഫ് പാരൻ്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്, the parent cell carries single set of chromosome haploid, then mitosis occur during gametogenesis. Okay, if parent body is diploid, 2n condition ആണ് എങ്കിൽ ഗമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി പാരൻ്റ് ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ there should be meiosis occur. Meiosis occur during gametogenesis. If parent body is diploid, meiosis occur during gametogenesis. Haploid gametes are formed after meiotic division. Meiosis also known as reduction division. Okay. Now we can discuss another important term, meiocyte. Cyte cell എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നു അല്ലേ. മിയോസൈറ്റ്. What are meiocytes? The cells in which meiosis occur during gametogenesis. ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഏത് സെല്ലിലാണോ മിയോസിസ് നടക്കുന്നത് ആ സെല്ലിനെ മിയോസൈറ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, in diploid organism, in the case of diploid organism, meiosis occur in particular cells to form gametes. That particular cells are called meiocytes. Gamete mother cell. Gamete mother cell undergo meiosis to form gametes. NCERTയിൽ ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പറും ഗമീറ്റിൻ്റെ ക്രോമസോം നമ്പറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടേബിൾ. അതിൽ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്, ഹൗസ് ഫ്ലൈ, റാറ്റ്, ഡോഗ്, കാറ്റ് എക്സെട്ര. അപ്പോൾ അതിൽ ചിലതിൽ മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിലതിനകത്ത് ഗമീറ്റ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ഡിപ്ലോയിഡ് സെറ്റും മറ്റേത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസുമാണ്. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി ഈ കോളം നോട്ട്ബുക്കിലേക്ക് വരച്ചെടുത്ത് അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ 46 ക്രോമസോംസ് ആണ് മിയോസൈറ്റിലുണ്ടെങ്കിൽ അതിന് മിയോസിസ് നടന്നിട്ട് ഗമീറ്റ് ഫോം ചെയ്യുമ്പം ഗമീറ്റ് ക്യാരി 23 chromosomes. Housefly, meiocytes carry 12. Then how many in gametes? അങ്ങനെ ഓരോന്നും നോക്കി ഫില്ല് ചെയ്ത് വെക്കുക. Now the second process in pre-fertilization event, gamete transfer. Male gametes and female gametes are produced. They should brought together to facilitate the process of fertilization. രണ്ട് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യണമെങ്കിൽ അടുത്തു വരണം. അത് എങ്ങനെ ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് പല മെത്തേഡിലൂടെ നടക്കുന്നുണ്ട് ഡിഫറെൻ്റ് ഓർഗാനിസത്തിൽ. എക്സാമ്പിൾസ് നോക്കൂ. ഇൻ ഫംജി ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൽഗി ബോത്ത് ദ ഗമീറ്റ്സ് ആർ മൊട്ടൈൽ. രണ്ട് ഗമീറ്റ്സിനെയും മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യും, അത് സ്വിം ചെയ്ത് അവർ തമ്മിൽ വന്ന് ഫ്യൂസ് ചെയ്യും. ബോത്ത് ദ ഗമീറ്റ്സ് ആർ മൊട്ടൈൽ, ദേ സ്വിം ത്രൂ ദ മീഡിയം and fuses, fertilization occur. But in some algae, majority algaeയിലും രണ്ട് ഗമീറ്റ്സും മൊട്ടൈലാണ്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. സം algae, bryophytes, pteridophytes etc. Here male gametes are motile but female gamete stationary. രണ്ട് ഗമീറ്റും മൊട്ടൈൽ അല്ല. മെയിൽ ഗമീറ്റ്സ്, only male gametes are motile. They swim through the water to reach to the female gamete. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതായിരുന്നു ബ്രയോഫൈറ്റ്സിൻ്റെയൊക്കെ ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ, ടെറിഡോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് പഠിച്ചപ്പോൾ ദേ പ്രൊഡ്യൂസസ് മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് നോൺ ആസ് ആന്ത്രോസൂയിഡ്സ്, ബൈഫ്ലാജെല്ലേറ്റഡ് ആന്ത്രോസൂയിഡ്സ്, മെയിൽ ഗമീറ്റ്സ്. They releases and swim through the water, reaches to archegonium, fuses with egg. അപ്പോൾ മെയിൽ ഗമീറ്റ് മോട്ടൈലാണെങ്കിൽ അത് മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യുന്നു, മീഡിയത്തിലൂടെ അത് സ്വിം ചെയ്ത്
ഫീമെയിൽ സെക്സ് ഓർഗനിലേക്ക് എത്തി അവിടെയുള്ള ഫീമെയിൽ ഗമീറ്റായ എഗ്ഗുമായിട്ട് സ്റ്റേഷനറി ആയി നിൽക്കുന്ന നോൺ മോട്ടൈലായി നിൽക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഗമീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നത്. ഇനി നമുക്ക് ഹയർ പ്ലാന്റ്സ് നോക്കാം. ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ്. അതിനകത്ത് സ്റ്റെയ്മൻ എന്നതാണ് മെയിൽ സെക്സ് ഓർഗൻ. ഫ്ലവറിനകത്ത് അല്ലെങ്കിൽ കോണിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെയ്മൻ. സ്റ്റെയ്മൻ റിലീസസ് പോളൻ ഗ്രെയിൻ. പഠിച്ചതാണ് കഴിഞ്ഞ വർഷം പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻ ക്യാരി മെയിൽ ഗമീറ്റ്സ്. ദീസ് പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. സ്റ്റെയ്മൻ്റെ പാർട്ടായ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് ഫീമെയിൽ പാർട്ടായ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. പോളൻ ഗ്രെയിൻസ് ദാറ്റ് ക്യാരി മെയിൽ ഗമീറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഫീമെയിലിൻ്റെ റിസപ്റ്റീവ് പാർട്ടാണ്. സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. സ്റ്റിഗ്മ പോളൻ റിസീവിങ് പാർട്ടാണ്. പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പോളിനേഷൻ. നിങ്ങൾക്ക് ഫെമിലിയർ ആയ ടേമാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ദിസ് ഈസ് ഗമീറ്റ് ട്രാൻസ്ഫർ ഒക്കറിങ് ഇൻ ആൻജിയോസ്പേം ആൻഡ് ജിംനോസ്പേംസ്. ഇനി ഹയർ ആനിമൽസിൽ ഗമീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ത്രൂ കോപ്പുലേഷൻ ഓർ സെക്ഷൽ മേറ്റിംഗ്. മെയിൽ പാരൻറ്റ് ഫീമെയിൽ പാരൻറ്റിൻ്റെ മേറ്റിങ്ങിലൂടെ സെക്ഷൽ മേറ്റിങ്ങിലൂടെയാണ് ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ഓർഗാനിസത്തിൻ്റെ ഗമീറ്റ് ട്രാൻസ്ഫറാണ് കണ്ടത്. Now we can discuss the most important event occurring in sexual reproduction. The second event, fertilization. As you all know, what is fertilization? It is the fusion of male and female gamete. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എഗ് പ്ലസ് സ്പേം ഫോം സൈഗോട്ട്. That is fertilization. Fusion of male and female gamete to form zygote. It is also known as syngamy. Fertilization or syngamy. Fusion between male and female gamete to form zygote. ഇനി നമുക്ക് നോക്കാനുള്ളത് എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വേർ ഇറ്റ് ഒക്കർ. ഇറ്റ് മേ ബി ഒക്കർ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ പാരൻറ്റ്. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻ എക്സ്റ്റേണൽ മീഡിയം. Fertilization may occur in external medium outside the body of the parent. This is called external fertilization. So what is external fertilization? Fertilization occur in external medium. Example, aquatic organisms, then algae, amphibians, etc. So fertilization occur not in the body of any of the parent, it occur in external medium. Then the second one, internal fertilization. Fertilization occur inside the body of the female parent. Usually female parents ആണ്. ഫീമെയിൽ പാരൻറ്റിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നടക്കുന്ന ഫെർട്ടിലൈസേഷനാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കുക. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിളാണ് ഹയർ ആനിമൽസ്, ഹയർ പ്ലാന്റ്സ്, അതുപോലെ ഫംഗസ്. ഓക്കെ, അപ്പോൾ എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അതിനനുസരിച്ച് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഒക്കർ external medium, external fertilization occur inside the body of the parent, internal fertilization. Then what are the disadvantages of external fertilization? First one, both the gametes, both male and female gamete should mature at the same time. Synchronized release of both the gametes should occur. രണ്ട് ഗമീറ്റും ഒരേ സമയം മെച്ചുറായി അത് റിലീസ് ചെയ്യണം, എന്നാലേ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. And the second one, large number of gametes should be produced to enhance the chance of fertilization. ഇത് റിലീസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ മീഡിയത്തിലേക്കാണ്. അപ്പോൾ എല്ലാ ഗമീറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗമീറ്റ്സും ഫ്യൂസ് ചെയ്തോളണം എന്നില്ല. ഫെർട്ടിലൈസേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ
large number of gametes should be produced. Large number of gametes should be produced to enhance the chance of fertilization. And the third point is offsprings produced are vulnerable to predators. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിന് പ്രോപ്പറായിട്ടുള്ള കെയർ ഒരു പാരൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കെയർ കിട്ടുന്നില്ല. സോ ദേ ആർ വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ്. അപ്പോൾ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Then the last part is post-fertilization events. Sexual reproductionൻ്റെ ലാസ്റ്റ് ഇവൻറ്റിൽ വരുന്നതാണ് post-fertilization events. എന്തൊക്കെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ദ മേജർ ഇവൻ്റ് ഈസ് എംബ്രിയോജെനസിസ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എംബ്രിയോജെനസിസ്, ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റായ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എംബ്രിയോജെനസിസ്. ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്. ഹൗ the development occur in different organisms. നോക്കൂ, ഇൻ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ ബോഡി ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ സൈഗോട്ട് എന്നുള്ളത് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. രണ്ട് ഗമീറ്റ്സ്, ഹാപ്ലോയിഡായ രണ്ട് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന ഡിപ്ലോയിഡായ സെല്ലാണ് സൈഗോട്ട്. സൈഗോട്ട് ഡിവൈഡ് ബൈ മിയോസിസ്. ഇപ്പം ഡിപ്ലോയിഡ് ആയത് മിയോസിസ് നടന്നാൽ ഹാപ്ലോയിഡ് സെൽസാണ് ഫോം ചെയ്യുക. ആൻഡ് ഡെവലപ്പ് ഇൻ ടു ഹാപ്ലോയിഡ് ഓർഗാനിസം. അപ്പോൾ ഇൻ ഹാപ്ലോയിഡ് ഓർഗാനിസം സൈഗോട്ട് ഡിവൈഡ് ബൈ മിയോസിസ്. ബട്ട് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം സൈഗോട്ട് ഇറ്റ് സെൽഫ് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ പിന്നെ ഇനി മിയോസിസ് നടക്കേണ്ട ആവശ്യമില്ല. സൈഗോട്ട് അണ്ടർഗോ കണ്ടിന്യൂസ് മൈറ്റോസിസ് ടു ഫോം എംബ്രിയോ. സോ എംബ്രിയോജെനസിസ്, ഫോർമേഷൻ ഓഫ് എംബ്രിയോ. ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ സൈഗോട്ടിൽ നടക്കുന്നത് മിയോസിസും, ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ സൈഗോട്ടിൽ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷനുമാണ്. എന്നിട്ട് എംബ്രിയോ ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് എംബ്രിയോ ഫോം ചെയ്യുക. ഡിവൈഡ് ആൻഡ് ഡിഫറൻഷ്യേറ്റ്. ഓക്കെ, ഇനി വേർ എംബ്രിയോജെനസിസ് ഒക്കർ. അതിനനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ആനിമൽസിനെ കാണാം. എവിടെയാണ് ആനിമൽസിൽ എംബ്രിയോജെനസിസ് നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ആനിമൽസ്. ഫസ്റ്റ് വൺ ഓവിപാരസ് ആനിമൽ. നോക്കൂ, എംബ്രിയോജെനസിസ് എക്സ്റ്റേണൽ ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്, ബട്ട് എംബ്രിയോജെനസിസ് എക്സ്റ്റേണൽ. ദീസ് ആനിമൽസ് ലേ ഫെർട്ടിലൈസ്ഡ് എഗ്. ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ച് ഔട്ട്. ഓക്കെ, മുട്ടയിടുന്നതാണ്. ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ലേ ചെയ്യും. ഒരു പീരിയഡ് കഴിഞ്ഞ്, ഇൻക്യുബേഷൻ പീരിയഡ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരും. യങ് വൺസ് ഹാച്ചസ് ഔട്ട്. ആൻഡ് ദ എഗ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ കാൽക്കേരിയസ് ഷെൽ. ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാൽക്കേരിയസ് ഷെല്ലുണ്ടാവും. എക്സാമ്പിളാണ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ ഓവിപാരസ് ആനിമൽ എംബ്രിയോജെനസിസ് എക്സ്റ്റേണൽ ആണ്. Animals lay fertilized egg. After a period of incubation, young ones hatch out. And the second class of animals where embryogenesis occur, adine base ചെയ്തിട്ട് viviparous animals. Embryogenesis internal ആണ്. Embryogenesis usually occur inside the body of female parent. Fertilization internal, embryogenesis also internal. Okay. After attaining a stage of growth, young ones are delivered out from the body of the female parent. ഒരു പീരിയഡ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞ്, ഒരു സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞിട്ട് യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഫ്രം ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പാരൻറ്റ്. എക്സാമ്പിൾ മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഓവിപാരസ് ആനിമൽസ് ആൻഡ് വിവിപാരസ് ആനിമൽസ് കമ്പയർ ചെയ്ത് പഠിക്കുക വിത്ത് എക്സാമ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. എംബ്രിയോജെനസിസ് എക്സ്റ്റേണൽ ഇൻ ഓവിപാരസ് ആൻഡ് എംബ്രിയോജെനസിസ് ഇൻറ്റേർണൽ ഇൻ വിവിപാരസ് ആനിമൽസ്. എക്സാമ്പിളും കൂടെ നോട്ട് ചെയ്യാം. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ എംബ്രിയോജെനസിസ്. എംബ്രിയോജെനസിസ് ഇൻറ്റേർണൽ ആയാൽ എന്താണ് ആ ഒരു ഓർഗാനിസത്തിൻ്റെ കേസിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ പറ്റും? ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സിന് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടും, എംബ്രിയോണിക് കെയർ കിട്ടും. അതുകൊണ്ട് തന്നെ ചാൻസ് ഓഫ് സർവൈവൽ കൂടുതലാണ്. സോ യങ് വൺസ് ഗെറ്റ് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ആൻഡ് എംബ്രിയോണിക് കെയർ.
offsprings get proper protection and embryonic care. So chances of survival of young ones is greater. External embryogenesis കമ്പയർ ചെയ്യുമ്പോൾ സർവൈവലിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് നോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ എംബ്രിയോജെനസിസ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പോവാം. നൗ വി ക്യാൻ സ്റ്റഡി വാട്ട് ആർ ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ ആൻജിയോസ്പേം. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫ്ലവറിനകത്ത് വെച്ചാണ്. അപ്പോൾ ഫ്ലവറിലുള്ള ഡിഫറെൻറ്റ് പാർട്ടിന് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത് എന്നാണ് നോക്കാനുള്ളത്. സോ ഫ്ലവറിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റായ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ ഫോം ചെയ്യും, അല്ലെങ്കിൽ എംബ്രിയോജെനസിസ് നടക്കും. സൈമൾട്ടേനിയസ്ലി ദ ഒവ്യൂൾ ഫ്ലവറിൻ്റെ പാർട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒവ്യൂൾ ട്രാൻസ്ഫോം ടു സീഡ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ zygote develop into embryo, ovule transform to seed, ovary mature to fruit, and ovary wall mature to pericarp. ഇപ്പോൾ ഒവ്യൂള് സീഡായിട്ടും ഓവറി ഫ്രൂട്ടായിട്ടും ഓവറിയുടെ വോള് ഫ്രൂട്ടിൻ്റെ വോളായിട്ടും, ഫ്രൂട്ടിൻ്റെ വോളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ് ആയിട്ടും മാറും. ഇനി NCERT ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞ ഒരു ടേമാണ്, ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, പാർത്തനോജെനസിസ്. പാർത്തനോകാർപ്പി എന്നുള്ള ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ പാർത്തനോജെനസിസ്? ഫോർമേഷൻ ഓഫ് എ ന്യൂ ഓർഗാനിസം ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഫെർട്ടിലൈസ് ചെയ്യാത്ത എഗ്ഗ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗമീറ്റ്, ഹാപ്ലോയിഡായ ഒരു ഫീമെയിൽ ഗമീറ്റ് ഡയറക്റ്റ്ലി ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഹാപ്ലോയിഡ് ആയിരിക്കും, ഹാപ്ലോയിഡ് ബോഡിയുള്ള ഓർഗാനിസം ആയിരിക്കും. ഓക്കെ, ഫോർമേഷൻ ഓഫ് എ ന്യൂ ഓർഗാനിസം ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. എക്സാമ്പിൾ നോട്ട് ചെയ്തോളാം: റോട്ടിഫേഴ്സ്, ഹണി ബി, സം ലിസാർഡ്സ്, ടർക്കി എക്സെട്ര. ഹണിബിയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് പാർത്തനോജെനസിസ്. റോട്ടിഫേഴ്സിൻ്റെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ദെൻ ഹണിബിയുടെ ഒരു കോളനി ക്യൂനുണ്ട്. ക്യൂന് 2 ടൈപ്പ്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും ലേ ചെയ്യും. അത് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഡെവലപ്പ് ഇൻ ടു എൻ ഓർഗാനിസം, ഒരു ഹണിബി ആയിട്ട് മാറും. ഇത് ലിസാർഡാണ്, സം വോൾ ലിസാർഡ്സ്. ദെൻ ടർക്കി. ഈ ഒരു ബേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയ ബേർഡാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ കണ്ടൻറ്റ് വരുന്നത്. ഇതോടുകൂടി റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഓൾ കണ്ടൻറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പോർഷൻ പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ഓരോന്നിനും എക്സാമ്പിൾസ്. അതുപോലെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിയോസൈറ്റ്സ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഓവിപാരസ്, വിവിപാരസ്, പാർത്തനോജെനസിസ്, ഇങ്ങനെയുള്ള ടേംസ്, അതുപോലെ സ്റ്റാമിനേറ്റ്, പിസ്റ്റുലേറ്റ്, ഇങ്ങനത്തെ ടേംസൊക്കെ നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയ ടേംസാണ്. ദെൻ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.